1 year പാർട്ട് ടൈമും 1 year ഫുൾ ടൈം കോച്ചിങ് ഇല്ലാതെയും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ്, മാർക്ക് ലിസ്റ്റ് വേണം. ദ വെരി നെക്സ്റ്റ് ഡേ മുതലുള്ള എക്സ്പീരിയൻസ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ പോകുന്ന 6 months ക്ലിനിക്കൽ എക്സ്പീരിയൻസും എംഫാം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു 1 year വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഹായ് ഗായ്സ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് DHA ഫാർമസിസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഫാർമസിസ്റ്റ് മാത്രമല്ല, എല്ലാ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഓൾമോസ്റ്റ് ഈ DHAയുടെ പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ്. കുറച്ച് ചെറുതായിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റ്സിലൊക്കെ വരുന്ന ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ എന്തൊക്കെയാണ് DHA എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ഡോക്യുമെന്റ്സ്, എന്തൊക്കെ ടോപ്പിക്സ് ആണ്, എങ്ങനെയൊക്കെയാണ് എക്സാം, ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം DHA എന്ന് പറയുന്നത് ഓവർസീസ് ഫാർമസിസ്റ്റ് എക്സാം ആണ്. ദുബായ് എന്ന് പറഞ്ഞ എമിറേറ്റ്സില് UAE കൺട്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാർമസിസ്റ്റിന് മാത്രമല്ല, എല്ലാ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും നമ്മുടെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇവിടെ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഫാർമസിസ്റ്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ DHAനെ 3 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ ആണ്. സെക്കൻഡ് വൺ എക്സാം രജിസ്ട്രേഷൻ ആൻഡ് എക്സാമിനേഷൻ. തേർഡ് വൺ എലിജിബിലിറ്റി ലെറ്റർ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ. ഇത് ചെയ്യുന്നത് ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് കേട്ടോ. സോ ഇവിടെ വരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എല്ലാം വാലിഡ് ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും. അതാണ് ഈ പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ. ഇത് നമുക്ക് എക്സാമിന്റെ മുമ്പേ ആയിട്ടും ചെയ്യാം, എക്സാമിന്റെ ശേഷമായിട്ടും ചെയ്യാം. അത് നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ. അതായത് ആദ്യം ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതാം, അല്ലെങ്കിൽ എക്സാം പാസ്സായ ശേഷം ഡേറ്റ ഫ്ലോ ചെയ്യാം. സോ ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം നമുക്ക് പാസ്പോർട്ട്, നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ മാർക്ക് ലിസ്റ്റ് വേണം, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് 6 months വാലിഡിറ്റി ഉള്ള ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ്. ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ, നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത ശേഷം ദ വെരി നെക്സ്റ്റ് ഡേ മുതലുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മുടെ എക്സ്പീരിയൻസിൽ കൗണ്ട് ചെയ്യുക. ചിലപ്പോ അതിന് മുമ്പേ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ ഒരു രജിസ്ട്രേഷന്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് എപ്പോഴും കൗണ്ട് ചെയ്യുക നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ മുതലാണ് കേട്ടോ. പിന്നെ നമുക്ക് 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ഫാർമസിസ്റ്റിന് ഡേറ്റ ഫ്ലോ ക്ലിയർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളത്. അതിപ്പോ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണെങ്കിൽ അവർക്ക് 2 years എക്സ്പീരിയൻസും പിന്നെ ഒരു 6 months ക്ലിനിക്കൽ എക്സ്പീരിയൻസും മസ്റ്റ് ആയിട്ട് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഫാർമസി ടെക്നീഷ്യനും 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അതായത് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്ക് കേട്ടോ. പിന്നെ വേറെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നമ്മുടെ ഫാർമസി കൗൺസിലിന്റെ പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ ഉണ്ടല്ലോ, അതിൽ കയറിയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഫോം ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക, നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി ഒക്കെ വെച്ചിട്ട് അതിന്റെ കൂടെ ഒരു 2000 ആണെന്ന് തോന്നുന്നു പേയ്മെന്റ്, ഇപ്പൊ ചേഞ്ച് ആവുമെന്ന് അറിയില്ല. അത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഫാർമസി കൗൺസിലിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. നമുക്ക് ഇമെയിൽ വഴിയും കിട്ടും, അതേപോലെ ഹാർഡ് കോപ്പി ആയിട്ടും കിട്ടും. ഇത് നമുക്ക് ആക്ച്വലി ഈ ലാസ്റ്റ് സ്റ്റേജിലേക്ക് മതി. DHA എക്സാം ആയാലും ഡേറ്റ ഫ്ലോ ആയാലും അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ടാണ് നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് ആവശ്യമായിട്ടുള്ളത്. സോ നമ്മളൊരു 6 months വാലിഡിറ്റി ഉണ്ട്. അപ്പൊ നേരത്തെ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഡേറ്റ ഫ്ലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം പതിയെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷനിൽ പറയാനുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവര് DHAയുടെ സൈഡിൽ നിന്ന് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് വെരിഫൈ ചെയ്യും. മേ ബി ഇമെയിൽ ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ആയിരിക്കാം. നമ്മുടെ എക്സ്പെഷ്യലി നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്
അവർ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്ത് വിസിറ്റ് ചെയ്യാം, ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം, അതിന്റെ കൂടെ ഇമെയിലും അയക്കാം. അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലം അവരൊന്ന് അലേർട്ട് ആക്കി വെക്കുക. ഇന്ന് DHA വെരിഫിക്കേഷൻ വരും, ഒരു ഇമെയിൽ വരും, ഇമെയിൽസ് ഒന്നും മിസ് ആവാണ്ടിരിക്കുക. അതേപോലെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തുള്ളവരൊന്ന് അലേർട്ട് ആക്കി വെക്കണം. അല്ലെങ്കിൽ മിസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നമുക്ക് ഒരുപാട് പണിയാണ് അത് കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ. സോ അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡേറ്റ ഫ്ലോ കഴിഞ്ഞിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇതിന് ഏകദേശം പിന്നെ നമ്മൾ DHAയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് തന്നെ ഓപ്പൺ ചെയ്യുക. പിന്നെ അതേപോലെ ഈ ഡാറ്റ ഫ്ലോയുടെ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരു ഗ്രീൻ ലൈൻ ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഇന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ആയി, അല്ലെങ്കിൽ എന്താണ് എക്സ്പീരിയൻസ് വെരിഫൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രീൻ ലൈൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ പോകുന്ന നമുക്ക് ട്രാക്ക് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. സോ ഇത്രയൊക്കെയാണ് ഡേറ്റ ഫ്ലോന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാം രജിസ്ട്രേഷൻ ആൻഡ് എക്സാമിനേഷൻ ആണ്. നമ്മൾ DHAയുടെ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് ചൂസ് ചെയ്യാം. അതേപോലെ ഈ DHA എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പ്രോമെട്രിക് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതൊരു നെതർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമ്മുടെ ദുബായ് ഹെൽത്തിന് അവർ കയ്യിൽ കൊടുക്കുന്നത്. സോ നമുക്ക് പ്രോമെട്രിക് സെന്റേഴ്സ് ചൂസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അതേപോലെ ടൈം എന്ന് പറയുന്നത് 180 മിനിറ്റ്സ് ആയിരിക്കും. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള മാർക്കിങ്സ് ഒന്നും ഇല്ല കേട്ടോ നമ്മളെ എൻട്രൻസ് പോലെയൊന്നും. അതുകൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ധൈര്യത്തോടെ അറ്റൻഡ് ചെയ്യാം. നമുക്കിപ്പോ ഈവൻ ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ക്ലോസ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം നമുക്ക് കിട്ടിയ മാർക്ക് എന്തായാലും പോവില്ല. പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ഉണ്ടാവും. അതേപോലെ കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. പിന്നെ ഒരു ടോപ്പിക്, എത്രയൊക്കെ ടോപ്പിക് ഉണ്ടെന്ന് ഞാൻ പറയാം, ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന്. പിന്നെ അതേപോലെ പാസിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഫാർമസിസ്റ്റിനാണെങ്കിൽ പെർസെന്റേജ് വരുന്നത് 65% ആണ് വരുന്നത്. അതേപോലെ ഫാർമസി ടെക്നീഷ്യൻ ആയിട്ടാണ്, ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫാർമസി ടെക്നീഷ്യൻ ആയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങളുടെ പാസിംഗ് പെർസെന്റേജ് 55% ആയിരിക്കും കേട്ടോ. പിന്നെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണെങ്കിൽ അവർക്ക് 70% ആയിരിക്കും പാസിംഗ് പെർസെന്റേജ് വരുന്നത്. പിന്നെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടോപ്പിക്സ് ആണ്. ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫാർമസിസ്റ്റിനും ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനും സെയിം ടോപ്പിക്സ് തന്നെയാണ്. ഫാർമസി ടെക്നീഷ്യന് മാത്രമാണ് വേറൊരു സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫാർമസിസ്റ്റിന്റെ കേസിലാണെങ്കിൽ ടോക്സിക്കോളജി, മെഡിസിനൽ കെമിസ്ട്രി, സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ കമ്പൗണ്ടിങ്, ഫാർമസ്യൂട്ടിക് ഓർ ബയോ ഫാർമസ്യൂട്ടിക്സ്, പിന്നെ ഫാർമക്കോഗ്നോസി ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ്, ഫാർമസ്യൂട്ടിക്കൽ കാൽക്കുലേഷൻ ആൻഡ് കമ്പൗണ്ടിങ്, ക്ലിനിക്കൽ ഫാർമക്കോജീനോമിക്സ്, infection control, pharmacokinetics, pharmaceutical care and disease state management, medication safety, over-the-counter medication, pharmacy law and ethics, clinical pharmacology and therapeutic decision making. ഇത്രയാണ് ഫാർമസിസ്റ്റ് ഓർ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് നിങ്ങൾ DHA എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടോപ്പിക്സ്. ഇതിൽ ക്വസ്റ്റ്യൻസ് വരിക മിക്സ് ആക്കിയിട്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ കേസ് സ്റ്റഡി ഒക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഡ്രഗിന്റെ കറക്റ്റ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റും ഒരു ഡ്രഗിന്റെ ഇൻ ഡീറ്റെയിൽ നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ചാർട്ടൊക്കെ ആക്കി വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതേപോലെ ഫാർമസി ടെക്നീഷ്യന്റെ സിലബസ് കുറച്ച് ഡിഫറെന്റ് ആണ്. അവർക്ക് കുറച്ചുകൂടെ കുറവ് ടോപ്പിക്സേ ഉള്ളൂ. അവരുടെ ടോപ്പിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫാർമസ്യൂട്ടിക്കൽ കാൽക്കുലേഷൻ, പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ, സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ കമ്പൗണ്ടിങ്, infection control, medication safety, pharmacokinetics, pharmaceutical care and disease state management, over-the-counter medication, pharmacy law and ethics. ഇത്രയാണ് ഫാർമസി ടെക്നീഷ്യന് വരുന്ന ടോപ്പിക്സ്. സോ ഇത്രയൊക്കെയാണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എക്സാം കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുത്തിയിരുന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും കോച്ചിങ്ങിനൊക്കെ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവരായിരിക്കാം. കോച്ചിങ് ഇല്ലാതെയും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട്
പാസ്സാവാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമും അതേപോലെ ക്യാഷും സേവ് ചെയ്യാൻ പറ്റും. ഞാൻ കോച്ചിങ് എടുക്കാതെയാണ് കേട്ടോ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്കും കോച്ചിങ് ഇല്ലാതെ കുറെ നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഏജൻസി ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് വലിയ തലവേദന ഉണ്ടാവില്ല. ഈ ഡേറ്റ ഫ്ലോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നോളും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് എലിജിബിലിറ്റി ലെറ്റർ. എലിജിബിലിറ്റി ലെറ്റർ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യത്തെ 2 സ്റ്റേജും കംപ്ലീറ്റ് ആവണം. നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഡേറ്റ ഫ്ലോ എക്സാം നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ എലിജിബിലിറ്റി ലെറ്റർ ഇത് 2 പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്താണ് എലിജിബിലിറ്റി ലെറ്റർ എന്ന് വെച്ചാല്, നമുക്ക് ദുബായില് ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആണ് എന്ന് കാണിക്കുന്നത്. ഫോർ 1 year, 1 വർഷത്തേക്കുള്ള എലിജിബിലിറ്റി ആണ് എലിജിബിലിറ്റി ലെറ്റർ എന്ന് പറയുന്നത്. അതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ 1 yearന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ലൈസൻസ് ആക്ടിവേറ്റ് ആക്കണം. അതാണ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ. സോ ഇത്രയൊക്കെയാണ് DHAയുടെ എന്താ പറയാ DHAനെ പറ്റിയുള്ള കാര്യങ്ങൾ. DHA എക്സാം, ഡേറ്റ ഫ്ലോ, എലിജിബിലിറ്റി ലെറ്റർ, ഇതൊക്കെയാണ്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് മീ ഇൻ ദ കമന്റ് സെക്ഷൻ. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ ഞാൻ എന്റെ ടൈം പോലെ നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ എക്സാം DHA എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആണോ, അതേപോലെ എക്സ്പീരിയൻസ് ഗ്യാപ്പ്, അങ്ങനെ കുറച്ച് 1-2 ടോപ്പിക്സും കൂടി ഉണ്ട്. അത് പക്ഷെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തത് ഒരു ലെങ്തിയർ വീഡിയോ ആക്കുന്നില്ല. അത് ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താണ്, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞപ്പോ, നിങ്ങൾ എംഫാം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. എംഫാം കഴിഞ്ഞവർക്ക് നിങ്ങൾ UAE വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 year പാർട്ട് ടൈമും 1 year ഫുൾ ടൈം എക്സാമും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DHAക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും കേട്ടോ. അതായത് നിങ്ങൾ എംഫാമിന്റെ കൂടെ ഒരു 1 year പാർട്ട് ടൈം നിങ്ങളുടെ കോളേജിന്റെ അടുത്തുള്ള എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ, അത് കഴിഞ്ഞിട്ട് എംഫാം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു 1 year വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ ഫ്ലോ സുഖമായിട്ട് എന്താണ് പറയാ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി തോന്നുന്നു. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്, ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. ബൈ ബൈ.